ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യത്യസ്തമായ ജീവിത ശൈലികളോടുകൂടി കഴിയുന്ന പ്രധാനപ്പെട്ട 4 കുടുംബങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയുണ്ടായി അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, ഓരോ കുഞ്ഞുങ്ങൾ തെറ്റുകളിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഓരോ കുടുംബത്തിലെയും ജീവിത ശൈലി അനുസരിച്ച് ആണ് എന്നുള്ളതാണല്ലോ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റായ മാർഗത്തിൽ പോകാതെ നേരായ പാതയിൽ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നാം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീകമായി വളർത്തിയെടുക്കണമെങ്കിൽ അവരെ ജ്ഞാനികളാക്കണമെങ്കിൽ ആദ്യമായിട്ട് ജ്ഞാനം എന്നാൽ എന്ത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കി അവരെ പഠിപ്പിക്കണം അല്ലേ. യോബിൻ്റെ പുസ്തകം 28:28 പറയുന്നു, യഹോവയോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് ജീവിക്കുന്നത് തന്നെ വിവേകം അല്ലേ. അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് യഹോവയോടുള്ള ഭക്തിയാണ്. വിവേകം എന്ന് പറയുന്നത് ദോഷം വിട്ടകന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഹോവയോടുള്ള ഭക്തി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അവരും യഹോവ ആരാണ് എന്നറിഞ്ഞിരിക്കണം അല്ലേ. എനിക്കൊരിടയ്ക്ക് ഇങ്ങനെ ഒരു സംശയം, പലരും ഇങ്ങനെ പറയുന്ന കേട്ടപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി. ഈ ദൈവം എന്ന് പറയുന്ന ഒരു വെറും ശക്തിയാണോ, അതോ ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമാണോ? അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിനോടെ തന്നെ ചോദിച്ചു, യേശു എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട്, എനിക്ക് വെളിപ്പെടുത്തി തന്നെ. അപ്പോൾ എനിക്ക് തന്ന 3 സങ്കീർത്തനങ്ങളാണ് 100, 121, 123. അപ്പം നമ്മുടെ ഇവിടുത്തെ ഡൗട്ട് യഹോവ ആരാണെന്നുള്ളതാണ് അല്ലേ. 100-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നു, യഹോവ തന്നെ ദൈവം എന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ, അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. യഹോവ തന്നെ ദൈവം എന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, പിന്നെന്നാ, നാം അവനുള്ളവർ, പിന്നെന്നാ, അവൻ്റെ ജനവും, അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. സംശയം മാറിയില്ലേ? അപ്പം സ്ഥിരമായിട്ട് പറയാണ്, യഹോവ തന്നെ ദൈവം എന്ന് അറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ, അവൻ്റെ ജനവും, അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അപ്പോൾ യഹോവ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നില്ലേ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് അല്ലേ. ആ ഏകജാതനായ പുത്രൻ നമ്മുടെ പാപങ്ങളിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്ക് വേണ്ടി ബലിയായി തീർന്നു അല്ലേ.
ആ ഏകജാതനായ പുത്രൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതകളാൽ, നമുക്കറിയാമല്ലോ, കർത്താവ് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഒഴുക്കിയ രക്തത്താൽ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിമുക്തരാക്കുകയാണ് ചെയ്തത്, അല്ലേ? ആ യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതകളാൽ പിതാവാൻ ദൈവം, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, പിതാവാൻ ദൈവം ദൈവത്തിൽ നിന്നും അകന്നിരുന്ന നമ്മളെ വീണ്ടും ദത്തെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു എന്നാണ്. മാത്രമല്ല, തൻ്റെ ഏകജാതനായ പുത്രൻ്റെ സഹോദരങ്ങൾ എന്ന സ്ഥാനവും നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്, നാം ദൈവത്തിൻ്റെ മക്കളാണ്, യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളുള്ള പദവി കിട്ടിയവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു എങ്കിൽ നാം സ്വർഗത്തിന് അവകാശികളുമല്ലേ? നാം സ്വർഗത്തിന് അവകാശികളാണെങ്കിൽ നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ, ദൈവം നമ്മുടെ ഏകപിതാവാണെങ്കിൽ, നാം ദൈവം നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മളും സ്നേഹിക്കണമല്ലോ, അല്ലേ? അപ്പോൾ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ പിതാവാൻ ദൈവത്തെ നമ്മൾ രുചിച്ച് അറിയുക, മനസ്സിലാക്കുക, ബോധ്യപ്പെടുക. നമ്മുടെ മാതാവും പിതാവും ഇതിനെയും മാത്രമേ നമ്മൾ ആരാധിക്കത്തുള്ളൂ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കത്തുള്ളൂ, ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കത്തുള്ളൂ, അല്ലേ? അവരോടെ നമുക്കൊരു ഭക്തി ഉണ്ടാകത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ലോകം മുഴുവൻ്റെയും രക്ഷകനും നാഥനുമായ നമ്മുടെ ഏകപിതാവ് ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ ഏകപിതാവ് നമ്മളെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിൽ വിചാരിക്കും മുമ്പേ എല്ലാം അറിയുന്ന ദൈവമാണ് നമ്മുടെ പിതാവ് എന്ന ബോധ്യം നമ്മളിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. അങ്ങനെയെങ്കിൽ, അങ്ങനെയുള്ള ഒരു പിതാവിനെ നമ്മൾ സ്നേഹിക്കുന്ന കാണുമ്പോൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കാണിക്കുമ്പോൾ, നമ്മുടെ ജീവിത ശൈലിയിൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവം ഏക പിതാവാണെന്നും നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും താൽക്കാലികമായിട്ടുള്ള ഒരു ഭവനമാണ് നമുക്കിവിടെ ഉള്ളതെന്നും, വളരെ കുറച്ച് നാളുകൾക്ക് ശേഷം തിരികെ നമ്മൾ ദൈവത്തിൻ്റെ, നമ്മുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ളവരാണ് എന്നും ഉള്ള ബോധ്യത്തോടുകൂടി, ആ ബോധ്യത്തോടുകൂടിയുള്ള നമ്മുടെ ജീവിതശൈലി കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്നും ആ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നും നമുക്കപ്പോൾ മനസ്സിലാകും, അല്ലേ? ആ ദൈവത്തോടുള്ള സ്നേഹത്താൽ, ദൈവത്തോടുള്ള ഭക്തിയാൽ, ദൈവസ്നേഹത്താൽ ഉളവാകുന്ന വിവേകബുദ്ധി നമ്മളിൽ അപ്പോൾ വർദ്ധിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളിലും അതുപോലെ ഒഴുകി അവരിലും വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ ദൈവിക ജ്ഞാനം എന്ന് പറയുമ്പോൾ, ദൈവിക ജ്ഞാനവുമുണ്ട്, മാനുഷിക ജ്ഞാനവുമുണ്ട്, അല്ലേ? മാനുഷിക ജ്ഞാനം കൂടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് പതുക്കെ മാഞ്ഞു പോകാൻ തുടങ്ങും, ദൈവഭക്തി കുറയാൻ തുടങ്ങും. നമ്മളുടെ ചിന്തയും ആഗ്രഹങ്ങളും ലക്ഷ്യവും മാനുഷിക ജ്ഞാനം കൂടുമ്പോൾ ഭൗതിക നേട്ടങ്ങളിലേക്ക്, അതായത് ഉന്നത വിദ്യാഭ്യാസം, ഉന്നതമായ പദവി, സ്ഥാനം, പേര്, പെരുമ, സ്വത്ത്, സമ്പാദ്യം, അങ്ങനെ തുടങ്ങി ലൗകികമായിട്ടുള്ള
നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ചിന്ത തിരിയാൻ തുടങ്ങും. ഈ ലൗകിക അല്ലെങ്കിൽ മാനുഷിക ജ്ഞാനം മാത്രമുള്ള ഒരാൾ, ഭൗതിക നേട്ടങ്ങൾക്ക് മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ, അയാൾക്ക് എത്ര കിട്ടിയാലും തൃപ്തി വരത്തില്ല. അപ്പോൾ അയാൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും, അല്ലേ? ഇത് കണ്ട് തൻ്റെ കുഞ്ഞുങ്ങളും തൻ്റെ ജീവിത ശൈലി കണ്ടു പഠിച്ച് അതേ ശൈലി തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങളാണ് തെറ്റായ മാർഗത്തിൽ, അതായത് ദൈവത്തിൽ നിന്നും അകന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാകാതെ, ദൈവം ആരെണെന്ന് അറിയാതെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ, ഒരു ഭൗതികമായിട്ടുള്ള സന്തോഷവും നേട്ടവും ഒക്കെ കണ്ട് അവർ അതിൻ്റെ പുറകെ പോവുകയും മാനുഷിക ജ്ഞാനത്താൽ ഉളവാകുന്ന അവിവേകം, അതായത് മാനുഷിക ജ്ഞാനം കൂടുമ്പോൾ ദൈവിക സ്നേഹം കുറയുന്നു, ഭക്തി കുറയുന്നു. അതോടുകൂടി വിവേകബുദ്ധിയും മന്ദമായി പോകും. വിവേകബുദ്ധി മന്ദമായി പോവുകയും അവിവേക ബുദ്ധി ശക്തിപ്പെടുകയും ചെയ്യും. അപ്പോഴെന്ത് സംഭവിക്കും? അവർ അറിയാതെ തന്നെ തെറ്റുകളിലേക്ക് ഒഴുകി വീഴുകയും അവസാനം നാശത്തിൻ്റെ വലയിൽപ്പെട്ട് നിരാശരായി എന്നെക്കൊണ്ട് ഇനി ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തന്നെ നശിപ്പിക്കുകയും തന്നെ മാത്രമല്ല തന്നോട് ബന്ധത്തിൽ വരുന്ന എല്ലാവരെയും ആ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ കൂട്ടം ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? അതുപോലെ സദൃശവാക്യം 10:1 ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ എന്തു ചെയ്യുന്നു? അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നു, അല്ലേ? വിഷമഹേതുവാകുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ 23 വയസ്സുള്ള കുട്ടിയെക്കുറിച്ച് അങ്ങനെ തന്നെ ഒരു ഉദാഹരണം എടുക്കുകയാണ്. ആ കുട്ടി എന്താ ചെയ്തേ? അവൻ്റെ പോഷത്വം അതിന് കൂട്ടുന്നതും അമ്മയാണല്ലേ. കുറേയൊക്കെ അമ്മയുടെ സ്വാധീനത്തിലാണ് ആ കുട്ടി അങ്ങനെ വന്നതും. ആ കുട്ടി അങ്ങനെ പോഷത്വത്തിലേക്ക് തെറ്റിലേക്ക് പോയി ആ കുട്ടി അമ്മയ്ക്കൊരു വിഷമഹേതുവായി തീരുകയാണ്, അല്ലേ? വിഷമത്തിന് കാരണമായി തീരുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതശൈലിയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവിക ജ്ഞാനവും മാനുഷിക ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ജീവിതശൈലിയിൽ കൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ദൈവിക ജ്ഞാനം കാരണം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്ന വിവേകബുദ്ധി ശക്തീകരിക്കുന്നു. മാനുഷിക ജ്ഞാനത്താൽ വിവേകശക്തി മന്ദീഭവിക്കുകയും അവിവേകശക്തി പ്രഗത്ഭമായി വരികയും ചെയ്യുന്നു, അല്ലേ? ശക്തീകരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശബത്ത് നാളിൽ 38 വർഷം കൊണ്ട് രോഗിയായിരുന്ന ഒരാളെ സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ യഹൂദന്മാർ യേശുവിനെ വിമർശിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, അല്ലേ? എന്നാൽ യേശു ക്രിസ്തു ശബത്ത് നാളിനുള്ള പ്രാധാന്യത്തെക്കാൾ ദൈവഹിതത്തിന് മുൻതൂക്കം കൊടുക്കുകയും അങ്ങനെ ശബത്ത് നാളിനുള്ള പ്രാധാന്യത്തെക്കാൾ ദൈവഹിതത്തിന്
മുൻതൂക്കം കൊടുത്തപ്പോൾ ഉണ്ടായ വിവേകബുദ്ധിയാണ് അവിടെ ദൈവം ചെയ്തത്, പ്രവർത്തിച്ചത്, അല്ലേ? എന്നാൽ യഹൂദന്മാരിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? മാനുഷിക ജ്ഞാനത്താൽ ഉളവായ അവിവേകബുദ്ധി. അതുപോലെ ഇയ്യോബിൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ പരുക്കുകളാൽ വേദന സഹിക്കാൻ വയ്യാതെ പുളയുന്നത് കണ്ടുകൊണ്ട് തൻ്റെ ഭാര്യ ഇയ്യോബിനോട് എന്താ പറയുന്നത്? നീ ഇപ്പോഴും ദൈവഭക്തി മുറുകെ പിടിച്ചിരിക്കുകയാണ്. നീ ദൈവത്തെ ത്യജിച്ച് മരിച്ചു നീ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളയാൻ. ഇയ്യോബ് എന്താ പറയുന്നത്? ഇയ്യോബ് പറയുന്നത്, നാം ദൈവം തന്ന നന്മകളൊക്കെ നമ്മൾ അനുഭവിച്ചു, അല്ലേ? ദൈവം തരുന്ന തിന്മകളും കൂടെ നമുക്ക് അനുഭവിച്ചൂടെ? അവിടെ നാം കാണുന്ന എന്തായി? ഇയ്യോബ് ദൈവം യഹോവ ആരാണ് എന്ന് ദൃഢമായിട്ട് വിശ്വസിച്ച് മനസ്സിലാക്കി, ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവും മൂലം ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല എന്നുള്ള ദൃഢവിശ്വാസം ആ സമയത്തും. അതാണ് ഇവിടെ കാണുന്നത്, ഇയ്യോബിൽ കാണുന്നത്. ദൈവിക ജ്ഞാനത്താൽ ദൈവത്തോടുള്ള ഭക്തിയിൽ ഉളവാകുന്ന വിവേകബുദ്ധി. ഭാര്യയിൽ കാണുന്നത് മാനുഷിക ജ്ഞാനത്താൽ ഉളവാകുന്ന അവിവേകബുദ്ധി. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവിക ജ്ഞാനവും മാനുഷിക ജ്ഞാനവും തമ്മിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്, അല്ലേ? മനസ്സിലായില്ലേ? തോന്നുന്നില്ലേ? അപ്പോൾ നാം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട, ഇതിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണ്? ഒന്ന്, ദൈവം ഏകനാണ്. നമ്മുടെ പിതാവ് ഏക പിതാവാണ്. രണ്ട്, പിതാവാം ദൈവം നമ്മളെ എപ്പോഴും സ്വർഗത്തിൽ നിന്ന് നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും മനസ്സ് വിചാരിക്കുമ്പേ അറിയുന്നു. എന്നാൽ അഥവാ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ നാം തെറ്റിനെ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് അനുദപിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിക്കും. എന്നാൽ ദൈവ സ്നേഹത്തെ വിട്ട് ദൈവഹിതമല്ലാത്തത് പ്രവർത്തിച്ചാൽ ദൈവം ശിക്ഷിക്കും. നമ്മൾ ഓരോരുത്തരും ഈ ലോകം വിട്ട് ദൈവം മുമ്പാകെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണെന്നും, ദൈവമക്കളാകിയാലാണ് കേട്ടോ, പിശാചിന് നേരെ അങ്ങ് പോയാൽ മതി. അപ്പം ദൈവമക്കളാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടതാണെന്നും, നമ്മൾ ഓരോ ചെയ്ത തെറ്റുകൾക്കും ഉത്തരം നൽകേണ്ടതുമാണ് എന്നെപ്പോഴും ഓർമ്മ വേണമെന്ന് നമ്മുടെ ജീവിത ശൈലിയിൽ കൂടെയും സംസാരത്തിൽ കൂടെയും പ്രവൃത്തിയിൽ കൂടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ദൈവിക ജ്ഞാനം കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മാനുഷിക ജ്ഞാനം കൊണ്ടുള്ള ദോഷങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം. ദൈവിക ജ്ഞാനം കൊണ്ടുള്ള ഗുണങ്ങൾ, ദൈവിക ജ്ഞാനത്താൽ ദൈവസ്നേഹം മൂലം ഉളവാകുന്ന വിവേകബുദ്ധി നമ്മെ നേർവഴിക്ക് നയിക്കും. നമ്മളുടെ ജീവിതം സുഖമവും സമാധാനവും സന്തോഷവുമാകും. സ്വർഗീയ അനുഭവം നമുക്കുള്ളിലുണ്ടാകും. എന്നാൽ മാനുഷിക ജ്ഞാനം കൊണ്ടുള്ള ദോഷം, മാനുഷിക ജ്ഞാനത്താൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതോടെ വിവേകബുദ്ധി മന്ദമാകുകയും അവിവേകബുദ്ധി ശക്തിപ്പെടുകയും അതോടെ നമ്മൾ ഭൗതികമായ നേട്ടത്തിനു വേണ്ടി നമ്മുടെ
മാനുഷിക ബുദ്ധി ഉപയോഗിക്കുകയും അങ്ങനെ പതുക്കെ നമ്മൾ നാശത്തിൻ്റെ വലയിലേക്ക് വഴുതി വീണ് നമ്മൾ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ജീവിതശൈലിയിൽ കൂടെ ജ്ഞാനികളാക്കാൻ, ഭോഷന്മാരായി പോകാതെ അവർ ജ്ഞാനികളായി തീരുവാൻ വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ആത്മീക നിറവിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈപിടിച്ചുകൊണ്ട് കർത്താവ് കാണിക്കുന്ന പാതയിൽ യേശുവിൻ്റെ കൈപിടിച്ചുകൊണ്ട് യേശു കാണിക്കുന്ന പാതയിൽ യേശുവിൻ്റെ ഹിതപ്രകാരം നടക്കുകയും കുഞ്ഞുങ്ങളെ നടത്താനായി ശീലിപ്പിക്കുകയും ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ദൈവമക്കളാക്കി തീർക്കാൻ മാതാപിതാക്കൾ, ന്യൂലി വെഡഡ് കപ്പിൾസ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.